ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ തനിച്ചാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ ഫോണിനപ്പുറം ആയിരക്കണക്കിന് കണ്ണുകൾ ഒരേ സമയം നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് മനുഷ്യരുടേതല്ല. അതായത് 2021 കണക്ക് പ്രകാരം ലോകത്തെ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 47%-ലധികവും ബോട്ടുകളാണ്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പല ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകളും ഷെയറുകളും ലൈക്കുകളൊന്നും മനുഷ്യരുടേതല്ല. അതിൽ 50%-ൽ കൂടുതൽ ബോട്ടുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ സ്നേഹിച്ച, നമ്മൾ ജീവിച്ച ഇന്റർനെറ്റ് എന്ന് പറയുന്നത് 2017 മരിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ ശ്മശാനത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും ഒരു കഥയല്ല, കഥയ്ക്ക് പിന്നിലെ കാണപ്പുറങ്ങൾ തേടിയിട്ടുള്ള എന്റെ യാത്രയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വലിയ വലിയ സെലിബ്രിറ്റികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കമന്റ് ബോക്സിൽ വരുന്ന ഒരേ തരത്തിലുള്ള കമന്റുകൾ, ഒരേ തരത്തിലുള്ള ഇമോജികൾ, ഇതിലെങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2022 ഇലോൺ മസ്ക് ട്വിറ്റർ വാങ്ങാൻ ശ്രമിച്ചപ്പോൾ പുറത്തു വന്ന കണക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലെ 40%-ൽ കൂടുതലും ബോട്ടുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ബോട്ടുകൾ. അതായത് നിങ്ങളുടെ രാഷ്ട്രീയ ചിന്തകളെ മാറ്റാൻ, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടണം, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ, നിങ്ങൾ എന്ത് സാധനം മേടിക്കണമെന്ന് നിങ്ങളെ കൊണ്ട് പ്രേരിപ്പിക്കാൻ, നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അൽഗോരിതങ്ങൾ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ലഹളകളും വർഗീയ വിദ്വേഷങ്ങളും പ്ലാൻ ചെയ്യപ്പെടുന്നത് ഇത്തരം ലാബുകളിലാണ്. നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ വിവാദമോ മതപരമായ ചർച്ചയോ നടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരേ വാചകങ്ങൾ, ഒരേ അക്ഷരത്തെറ്റുകളോടെ 10,000-കണക്കിന് ആളുകളുടെ കമന്റ് ബോക്സിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടുന്നു. കേരളത്തിൽ ഒരു സാധാരണക്കാരന്റെ വികാരം ഇതല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഒരു പ്രത്യേക അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി എവിടെയോ ഇരിക്കുന്ന മെഷീനുകൾ നമ്മളെ കൊണ്ട് അത് വിശ്വസിപ്പിക്കുകയാണ്. മരിച്ചുപോയ ചില ആളുകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പലപ്പോഴും ആക്റ്റീവ് ആവുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മരിച്ചിട്ടും അവരുടെ അക്കൗണ്ടുകൾ ഷെയർ ചെയ്യപ്പെടുന്നു, പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുന്നു, ലൈക്ക് ചെയ്യുന്നു. ഇത് ഒരു ടീം വർക്ക് അല്ല, മറിച്ച് അൽഗോരിതങ്ങൾ ആ വ്യക്തിയുടെ സ്വഭാവം പഠിച്ച് തനിയെ പ്രവർത്തിക്കുന്നതാണ്. മനുഷ്യൻ മരിച്ചാലും ഇന്റർനെറ്റിൽ അവന്റെ ഡിജിറ്റൽ രൂപം മരിക്കാൻ ആ സിസ്റ്റം അനുവദിക്കുന്നില്ല. നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സമയം പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ വീഡിയോ കഴിയുമ്പോൾ അടുത്ത വീഡിയോ അതിന്റെ പുറകിലായിട്ട് വരുന്നുണ്ട്. ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല, നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഡോപ്പമിന്റെ അളവ് അളന്നുകൊണ്ട് നിങ്ങളെ സ്ക്രീനിൽ തളച്ചിടാൻ വേണ്ടിയിട്ട് ബോട്ടുകൾ പ്ലാൻ ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചാൽ നിങ്ങൾ തോന്നുന്നുണ്ടോ? ലോകത്തിലെ വലിയ വലിയ വൻകിട രാഷ്ട്രീയ പാർട്ടികൾ എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്രോ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന തന്ത്രമാണ്. 2016 അമേരിക്കൻ ഇലക്ഷനിലും ബ്രെക്സിറ്റിലും നമ്മളത് കണ്ടതാണ്. അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് ലക്ഷക്കണക്കിന് വോട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കമന്റുകളും ലൈക്കുകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരാൾ ഇത് കാണുന്നത് ഇദ്ദേഹത്തിന് വലിയ വലിയ ജനപിന്തുണ ഉണ്ടെന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. എല്ലാവരും ഇദ്ദേഹത്തിന് കൂടെയാണല്ലോ, എന്ന് ഞാനും ഇദ്ദേഹത്തിന് കൂടെ നിൽക്കാം എന്ന് നമ്മുടെ ഉപബോധ മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ്. ഇതിനെയാണ് ബാൻഡ് വാഗൺ എഫക്ട് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നത് മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത്, പക്ഷെ നമ്മൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് ഡിജിറ്റൽ അൽഗോരിതങ്ങളാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ഇന്റർനെറ്റിൽ നിങ്ങൾ കാണുന്നതൊക്കെ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ എന്ത് ചിന്തിക്കണം, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണം, നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഡിജിറ്റൽ ആയിട്ടുള്ള അൽഗോരിതങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളെയല്ല, നിങ്ങൾ നിങ്ങളുടെ വിവേകത്തെയാണ് വിശ്വസിക്കേണ്ടത്. ഈ വീഡിയോക്ക് താഴെ നിങ്ങളൊരു കമന്റ് ചെയ്യുക, പക്ഷെ നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ മാത്രം. അപ്പോൾ ഇതുപോലുള്ള ഡാർക്ക് സത്യങ്ങളുമായിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.